ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു നിക്കാഹ് വ്ലോഗ് തന്നെയായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ നിക്കാഹ് എന്ന് പറയുന്നത് എൻ്റെ മേമൻ്റെ മോളുടെ നിക്കാഹാണ്. അപ്പോൾ നമ്മൾ നിക്കാഹിൻ്റെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. തലേന്ന് നമുക്ക് മെഹന്തി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെഹന്തി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാമൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് നമ്മളെ മാമൻ്റെ വീട്ടിൽ ഉമ്മുക്കുൽസു എന്ന് വിളിക്കുന്ന ഒരു നാടൻ പൂച്ചയുണ്ട്. അവിടെ സ്ഥിരമായിട്ടുള്ളൊരു പൂച്ചയാണ്. അപ്പോൾ ഈ ഉമ്മുക്കുൽസു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മായിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയണത്, എന്തെങ്കിലും ഫുഡ് കൊടുക്കണത് വരെ ഈ പൂച്ച ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പൂച്ചനെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെഹന്തി നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ശരിക്കും ചുവന്നതല്ല, കറുത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ നമ്മളെ മെഹന്തിക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ വാഷ് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് നമ്മളെ മാമൻ്റെ വീട്ടിലെ ഗാർഡനിൽ നല്ല വെറൈറ്റി പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞത് കണ്ടത്. അപ്പോൾ ഞാനതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് തോർന്ന രീതിയിൽ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാമനും പിന്നെ അമ്മായിയും എണീറ്റിട്ടുണ്ട്. പിന്നെ നമ്മളെ മക്കൾസൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പം അമ്മായി ഇതാ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പുട്ട് ഇതാ ഓരോ ബാച്ചായിട്ട് അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മായി. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരും എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. നമ്മൾ പരിപാടി വരുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 11 മണിക്കാണ് കേട്ടോ നിക്കാഹ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ ബാച്ചായിട്ട് അങ്ങനെ ഓരോ കാറിൽ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാവരും എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴേക്ക് തന്നെ നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഉമ്മുക്കുൽസ് മാമൻ്റെ പുറകുനിന്ന് മാറുന്നേ ഇല്ല കേട്ടോ. മാമൻ നിന്നാലും ഇരുന്നാലും ഒക്കെ മാമൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാമൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരുന്ന് കരയാണ് കേട്ടോ ഉമ്മുക്കുൽസു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഉമ്മുക്കുൽസുവിൻ്റെ അടുത്ത് ഇരുന്ന് അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും പോയിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇനി നമ്മൾ ഫസ്റ്റ് പോകുന്നത് മാമനും പിന്നെ അമ്മായിയും മക്കളൊക്കെ ആണ് കേട്ടോ. അവരൊരു കാറിൽ പോവുകയാണ്. അപ്പോൾ അവരിതാ ഇറങ്ങുവാണ്. അപ്പോൾ ഞാനും അനിയത്തിയും പിന്നെ എമിമോളും മൂത്തമ്മയും ഒക്കെ ഇക്ക വരുന്നുണ്ട്. അപ്പോൾ ഇക്കൻ്റെ കാറിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്കൻ്റെ കാറും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇക്ക വന്നതിന് ശേഷം ഞാനും ഇക്കയും നമ്മളെല്ലാവരും കൂടെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓഡിറ്റോറിയം വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. കൊടുവള്ളിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എമിമോളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ നിക്കാഹിൻ്റെ ഒരു കളർ തീം എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ എല്ലാവരും റെഡ് കളറിലാണ് കേട്ടോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇനി ഇക്കൻ്റെ കൂടെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ നമ്മളെ ബ്രൈഡിൻ്റെ ടീംസൊക്കെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ ഗ്രൂം എത്തിയിട്ടില്ല. നമ്മൾ നിക്കാഹ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിനി ഗ്രൂമിനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്. നമ്മളെ ബ്രൈഡ് ഇതാ അവിടെ നല്ല മൊഞ്ചത്തിയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ബ്രൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഫസ്റ്റിൽ അനിയത്തി എന്ന് പറയുന്നത് ഇവളാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് അനിയൻ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോനാണ്. നമ്മളിതിന് മുമ്പ് കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനാണ് എൻ്റെ ഫസ്റ്റിൽ അനിയൻ എന്ന് പറയുന്നത്. പക്ഷേ അനിയത്തി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവളാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് അനിയത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എനിക്ക് എൻ്റെ അനിയത്തി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവളും ഇന്നത്തെ നമ്മളെ ബ്രൈഡും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ നിക്കാഹിൻ്റെ ചില മൊമെൻറ്റിലൊക്കെ എന്താ പറയുക, എന്തൊക്കെ ഒരു സങ്കടം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നു. എന്തോ ഒരു ഇവളും ഇത്ര വലുതായോ, കല്യാണം കഴിക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ അത് ആരുടെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, ഇടയ്ക്കെപ്പോഴോ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു എന്തോ ഒരു ഫീല്, എന്താ സങ്കടം സന്തോഷം കൂടി കൂടിക്കലർന്നിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ എന്തായാലും നമ്മളെ ഗ്രൂം വരാനായി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ സ്റ്റേജൊക്കെ ഇവിടെ ഗ്രൂമിനെയും വെയിറ്റ് ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബ്രൈഡും ബാക്കി എല്ലാ ടീംസും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഗ്രൂം എത്തിയിട്ടുണ്ട്. ഗ്രൂമും ഗ്രൂമിൻ്റെ ബാക്കി ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിക്കാഹിനുള്ള ഉസ്താദുമാരും പിന്നെ വേണ്ടപ്പെട്ട കാര്യപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവില്ലോ നിക്കാഹിന് സ്റ്റേജിലിരിക്കണേ, അവരും പിന്നെ നമ്മളെ ഗ്രൂമൊക്കെ അതാ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി നിക്കാഹ് സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ശരിക്കും നമ്മളെ നിക്കാഹ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് അല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു പടപടാന്നിങ്ങനെ ഇടിക്കും. ഒരു വല്ലാത്തൊരു ഫീലാണത്. എനിക്ക് ഈ സമയത്ത് എൻ്റെ നിക്കാഹൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ നിക്കാഹ് വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നിക്കാഹ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ അങ്ങനെ എന്തായാലും നമ്മളെ നിക്കാഹ് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രൈഡ് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിക്കാഹ് ഒന്ന് കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതാ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നിക്കാഹ് ഇത് അവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ മഹർ കൈമാറാണ്. അങ്ങനെ മഹർ കൊടുത്ത് അങ്ങനെ നമ്മളെ നിക്കാഹ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രൂമും ടീംസൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴേക്ക് നമ്മളെ കുട്ടിപ്പട്ടാളം സ്റ്റേജ് കൈയടക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കൾസ് എല്ലാവരും ഇതാ നല്ല രസമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. അവരങ്ങനെ കുറേ സമയം ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ സ്റ്റേജിലിരുന്നു. അപ്പോൾ നമ്മളെ ബ്രൈഡും ഇതാ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രൈഡും ഗ്രൂമും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ബ്രൈഡ് ഇത് അവിടെ നല്ല ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണം നമ്മളെ ബ്രൈഡിനെ കൂളാക്കണ ബ്രൈഡ് മെയ്ഡ്സിനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ ബ്രൈഡും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ അത് വേഗം പോയി ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ട്. ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകണം നമ്മളെ ബ്രൈഡിൻ്റെ സ്റ്റേജിലേക്കുള്ള കിടിലൻ എൻട്രിയാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ബ്രൈഡ് ഇതാ സ്റ്റേജിൽ നമ്മളെ ഗ്രൂമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രൂം നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബ്രൈഡിനൊക്കെ വെൽക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി അവർ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മഹർ കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് വേണം നമ്മളെ ബാക്കി സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ടാക്കാൻ വേണ്ടി. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ അതേ വൈബിലുള്ള കുറച്ച് കസിൻസിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിലും ഇത് മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് കുറേ കസിൻസ് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കസിൻസും കുറച്ച് ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ ഒരു നിക്കാഹ് പരിപാടിയിൽ മെയിനായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. നമ്മളെ ഗ്രൂം ബ്രൈഡിന് മഹർ ചാർത്തി കൊടുക്കുകയാണ്. അവരൊരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ഒരു മൊമെൻ്റാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അവരുടെ ലൈഫിലെ മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. അങ്ങനെ മാഷാ അല്ലാഹ് അവിടെ മഹർ കെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്റ്റേജ് പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബ്രൈഡിൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ മാമൻ്റെ ചെറിയ മോളും കൂടിയുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോൻ്റെ മുഴുവൻ എനിക്കിതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്.
നിലാവിന്റെ കഥവ് തുറക്കുന്ന അതിവനരായനി പരിമളരാത്രി ആദ്യം ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നവരും ഇവിടെ നിന്നവരും നോക്കി നിന്നവരും എല്ലാവരും കൂടി കണ്ടിട്ട് വല്ലാത്ത ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഡാൻസ് പരിപാടികൾ അവിടെ നടക്കുമ്പോൾ പുറത്ത് മഴയും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും നല്ല അടിപൊളി മഴയായിരുന്നു പുറത്ത്. പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് മഴ പെയ്തത് അറിഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മളെ ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ അതിൻ്റെ ഇടയിൽ നമ്മളെ നിക്കാഹിനാമ സൈൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ കപ്പിൾ ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മളെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഡാൻസ് ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു സൈഡായിട്ടുണ്ട്. എല്ലാവരും എന്നോട് വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം കേട്ടോ. കാരണം എല്ലാവരെയും ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളെ ഫ്ലോറൊക്കെ ഫുള്ള് അലങ്കോലായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നമ്മളെ ആർമാദിക്കലുകൊണ്ട് ഫുള്ള് കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഡാൻസൊക്കെ ചെയ്ത് ക്ഷീണിച്ചൊന്ന് വെള്ളം കുടിക്കാൻ പോയ സമയത്ത് ഇവിടെ നമ്മളെ ബ്രൈഡും ഗ്രൂമും കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലെയും പോലെ തന്നെ ഈ പ്രാവശ്യവും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്ക് ഇവിടെ കേക്ക് ഒക്കെ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കുറച്ച് വലിയ കേക്കായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് അങ്ങനെ ഇനി നമ്മളെല്ലാവരും ഇത് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മളെ ബ്രൈഡും ഗ്രൂമും കൂടെ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ബ്രൈഡിൻ്റെ ഉപ്പയാണ് കേട്ടോ. പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന ബ്രൈഡിൻ്റെ ഉപ്പനാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ബ്രൈഡിനോടും ഗ്രൂമിനോടും ഇതൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇനി എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം ഉമ്മനെയും താത്തനെയും അനിയത്തിനെയും നമ്മളെ മക്കൾസിനെയൊക്കെ എൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ ഇക്കൻ്റെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം ഏകദേശം ഒരു 4 മണി ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ വന്നിട്ട് 4 മണി വരെയായിരുന്നു നമ്മൾ പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ എൻ്റെ വീട്ടിൽ വന്ന് നമ്മളെ ടീംസിനൊക്കെ ഇറക്കി. പിന്നെ എൻ്റെ ഇക്കാക്കൻ്റെ വൈഫ് ജെസ്സി കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. അപ്പോൾ ജെസ്സിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ ജെസ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജെസ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ നല്ല നമ്മളിപ്പം ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സങ്കേതം എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടല്ലോ. ഈ വെള്ളം ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം, വെള്ളവും വയലൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കളിക്കാൻ തോന്നാത്തവർ ആരും ഉണ്ടാവില്ല. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ. കുറേ പേരുണ്ട് ഇവിടെ.
അങ്ങനെ ഞാനും ജെസ്സി ഇക്കയും കൂടെ അതിലെ കൂടെ കുറച്ച് സമയം ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് പോരല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങണമെന്നൊന്നും. പക്ഷേ നമ്മൾ ഈ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഇറങ്ങും? അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമൊന്നും ചെയ്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് കാറിൽ കയറി ജെസ്സിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഞാനൊക്കെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെ നിക്കാഹിൻ്റെ തലേ ദിവസം നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് ഉറങ്ങുമ്പോഴേക്ക് തന്നെ 2 മണിയായി. പിന്നെ നിക്കാഹിൻ്റെ അന്ന് രാവിലെ ആണെങ്കിലും നേരത്തെ എണീറ്റ്, അതുകൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വേഗം എൻ്റെ വീട്ടിൽ പോയിട്ട് വേഗം ഉറങ്ങാനാണ് പ്ലാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള മൈൻഡിൽ നമ്മളിതാ തിരിച്ച് കാറിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒക്കെയും കൂടെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ നിക്കാഹ് വ്ലോഗിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തെന്നാണെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.